ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മീനുട്ടി. ഇന്നൊരു പുതിയ സ്റ്റോറിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കഥ കേൾക്കാം. ബഷീറിന്റെ മൊഞ്ചത്തി കിട്ടിയോളാണ് സന എന്ന 34കാരി. കണ്ടാൽ അത്രയും തോന്നിക്കില്ലേലും ഉരുണ്ട ശരീരത്തിൽ നെയ്യുപോലുള്ള മേനിയാണ് സനക്ക്. സന കുളിച്ചു വരുമ്പോൾ വെള്ളത്തുള്ളികൾ പോലും കാണാൻ നല്ല ശൈലാണ്. അവളുടെ കറുത്ത മുടിയിഴകൾ നല്ലോണം ഒതുക്കിക്കിട്ടി വിരിഞ്ഞ കരിക്കുകളും അതും തള്ളിപ്പിടിച്ചൊരു നടപ്പാണ്. സ്വർണമേനിയെന്ന് പറയാറില്ലേ, അതാണ് പെണ്ണിന്റെ മേനിയഴക്. അവളെ കാണാൻ കൊതിക്കുന്നവർക്കിടയിൽ നിന്നും അവൾ കൊതിപ്പിച്ചു കടന്നുകളയും. തന്നെ മറ്റാരും നോക്കണ്ടെന്ന തോന്നലാവാം, ഇക്കല്ലാണ്ട് മറ്റാരും കാണരുത് തന്റെ കൊഴുത്ത മേനിയെന്നൊക്കെയുണ്ട് മനസ്സിലെ. ഉരുണ്ട കുടങ്ങളും വാഴപ്പിണ്ടി പോലുള്ള മിനുസമാർന്ന തുടയും കാലുകളും അവളെ ഭംഗിയാക്കുന്നു. 2 മക്കളാണ് സനക്ക്. 2 പേരും പഠിക്കുന്നു, ചെറിയ ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് തടി വെച്ചിട്ടുണ്ട്. കല്യാണശേഷം നന്നായി ശരീരം നോക്കുന്നതുകൊണ്ട് ശരീരത്തിൽ ചുളിവോ പാടുകളോ ഇല്ല. കുടവയർ ചാടാതെയുള്ള ഓളുടെ വെളുത്തുകൊഴുത്ത മേനി ആകെ കണ്ടിട്ടുള്ളത് ബഷീർ മാത്രമാണ്. കല്യാണശേഷമാണ് അവൾ പർദ്ദക്കുള്ളിൽ നിന്നും ഒന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവളെ കാണാൻ ആർക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ബഷീറിന്റെ വീട്ടിൽ ഒതുങ്ങിയ സ്ഥലവും അത്യാവശ്യം മുറ്റംപറമ്പും ഉള്ളതിനാൽ കാണാനും നല്ല രീതിയിലാണ്. ആകെ കുറെ കോഴികളും ഒരു പശുവുമുണ്ട്. ഇപ്പോൾ പ്രസവിക്കാറായി നിൽക്കുന്നു. ബഷീറിന് ആകെ ഉണ്ടായിരുന്നത് ഉപ്പ മാത്രമാണ്. അവർ മരിച്ചുപോയതോടുകൂടി അവരുണ്ടായിരുന്ന വസ്തു വിറ്റു മറ്റൊരിടത്തേക്ക് മാറി. കുറച്ചുകൂടി നല്ല സ്ഥലവും സൗകര്യങ്ങളുമുണ്ട്. അടുത്തെങ്ങും അധികം വീടുകളില്ല. ആകെയുള്ളത് രമേശും ചേട്ടന്റെ വീടാണ്. അയാളും കെട്ടിയോളും മക്കളുമാണ് താമസിക്കുന്നത്. രമേശിന്റെ കള്ളുകുടി കാരണം ഭാര്യയും മക്കളും മാറി താമസിക്കുന്നു. ബന്ധം പിരിഞ്ഞിട്ടില്ല. രമേശൻ കാണാൻ കുറച്ച് കറുത്തതാണ്. എല്ലാവരോടും നല്ല സ്നേഹമാണ്. എന്നാൽ കള്ളുകുടിച്ചാലാണ് കുറച്ച് ദേഷ്യക്കാരനുമാണ്. അയാൾക്ക് വീട്ടിൽ 2 പശുവുണ്ട്. അതിനെ നോക്കിയുമുള്ള റബ്ബർ വെട്ടിയുമാണ് അയാളുടെ കാര്യങ്ങൾ നടക്കുന്നത്. ബഷീർക്ക് കുറച്ച് ബാധ്യത വന്നപ്പോൾ ഗൾഫിലേക്ക് പോയതാണ്. വർഷത്തിൽ വന്നുപോകും. സനക്ക് മിണ്ടാൻ കുട്ടികളെയുള്ളൂ. കുട്ടികൾ സ്കൂളിൽ പോയിക്കഴിഞ്ഞാൽ പശുവും കോഴിയും വീട്ടിലെ പണിയും, അങ്ങനെയാണ് ജീവിതം. സനയുടെ കുടുംബം കുറച്ചധികം ദൂരെയായതുകൊണ്ട് വല്ലപ്പോഴും വന്നുപോകും, അത്രയുള്ളൂ. ഇടയ്ക്കൊക്കെ ഫോണിൽ വിളിക്കും, അത്രമാത്രം. അങ്ങനെയിരിക്കുകയാണ് സനയുടെ പശു പ്രസവിച്ചത്. അതിനൊക്കെ സഹായം ചെയ്യാൻ ഡോക്ടറെ വിളിച്ചതൊക്കെ രമേശിന്റെ സഹായത്തോടെയാണ്. ബഷീർ വിളിച്ചു പറഞ്ഞിട്ട് കുടുംബത്തിലേക്ക് പുതിയ അതിഥി വന്ന സന്തോഷം മാത്രമല്ല സനയ്ക്ക് കിട്ടിയത്, മക്കൾക്കിനി പാല് കുടിക്കാമല്ലോ എന്നും തോന്നി. പക്ഷേ സനയ്ക്ക് കുറച്ച് പേടിയാണ്. ആളൊരു നാണം കുണുങ്ങിയായകൊണ്ടും വലിയ പാടാ. എല്ലാം ഇക്കാനോട് ചോദിക്കും. അങ്ങനെ പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു. സനയ്ക്ക് കുട്ടികൾക്ക് പാല് കൊടുക്കണമെന്ന് തോന്നി. താൻ കറന്നാലോ എന്നായി ചിന്ത. പക്ഷേ ഉള്ളിൽ പേടിയുള്ളതുകൊണ്ട് മടിച്ചു ഒരു ദിവസം രാവിലെ കറക്കാൻ ചെന്നു. രാവിലെ കുട്ടികൾക്ക് കൊടുക്കാലോ എന്ന് വിചാരിച്ചാണ് ചെന്നത്. കുഞ്ഞിനെ മാറ്റിക്കഴിഞ്ഞു. സന കറക്കാനായിരുന്നു പ്ലാൻ. പാത്രം പിടിച്ച് കാലിന് ചോട്ടിൽ വെച്ച് അകടിൽ പിടിച്ചതേ ഓർമ്മയുള്ളൂ. പശു ഒരു തട്ടും കൊടുത്തോടിച്ചു. പേടിച്ച് അധികം കയറി സന മാറി. ദേഷ്യത്തോടെ മുറ്റത്തുപോയി പിറുപിറുത്തു. പണ്ടാരം. ആകെ ചെളിയായി. കുട്ടികൾ കളിയാക്കി ചിരിക്കുന്നത് കണ്ട് അവൾക്ക് പിന്നെയും ദേഷ്യമായി. അവൾ മക്കളെ വേഗം സ്കൂളിലാക്കിയിട്ട് ബഷീറിനെ വിളിച്ചു. ജോലിത്തിരക്കിൽ നിൽക്കുന്ന ബഷീറിന് കെട്ടിയോളുടെ കോൾ വന്നപ്പോൾ എന്തോ പോലെ. എന്റെ ഇക്ക, എനിക്ക് പറ്റില്ലട്ടോ അതിനെ നോക്കാൻ, ബഷീർ ചോദിച്ചു. അനക്കെന്താ ഭ്രാന്തായോ? എനിക്ക് വയ്യ അതിന്റെ ചവിട്ടും തൊഴിയും കൊള്ളാൻ. നീ ഇതെന്തുണ്ടാക്കാനാണ് അതിന്റെ അടുത്തേക്ക് പോയേ? കുട്ടികൾക്ക് പാല് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചതാ. പണ്ടാരം എന്നെ തൊഴിച്ചു. നിനക്ക് ഭ്രാന്താ? അല്ലാണ്ടെന്ത്? ആ രമേശനോട് പറഞ്ഞൂടായിരുന്നു? സന മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ, എനിക്ക് വയ്യ. ബഷീർ പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം. നീയൊന്ന് എനിക്ക് സമാധാനം താ. നിങ്ങൾ എന്തേലും കാണിക്ക്. കോൾ കട്ടായി. ഒരു 10-11 മണിയായി കാണും. രമേശൻ വന്നു. സനമോളെ. രമേശിന് പ്രായം 45 സന ഇറങ്ങി വന്നു. എന്താ ചേട്ടാ? ബഷീർ വിളിച്ചായിരുന്നു. പശുവിന്റെ കാര്യം നോക്കാൻ പറഞ്ഞിരുന്നു. ആണോ ചേട്ടാ? പശുവിനെ ഒന്ന് കറന്നു തരുവോ എന്നറിയാനാണ്. എനിക്കാണേ പേടിയാ. ഇക്കാക്ക സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാ. അതിനെന്താ ചെയ്യാലോ? മിൽമയിൽ കൊടുക്കാനാണോ? ഏയ് അല്ല, കുട്ടികൾക്ക് മാത്രമാണ്. കുറച്ചു മതി, ബാക്കി കിടാവുണ്ടല്ലോ. ഓ ആയിക്കോട്ടെ. ഇനി പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ കൊടുത്ത് കാശ് മേടിച്ചു തന്നേക്കാം. ആയിക്കോട്ടെ ചേട്ടാ. രമേശൻ ചോദിച്ചു. ഉച്ച കഴിഞ്ഞു നടക്കില്ല. രാവിലെ കറന്നാൽ മതിയോ? സന പറഞ്ഞു. കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനു മുന്നേ ഉണ്ടാക്കിക്കൊടുക്കാനാണ്. ഓ ആയിക്കോട്ടെ, ഞാനൊരു 6 മണിക്ക് വരാം നാളെ. ശരി ചേട്ടാ. ഇന്നത്തേക്ക് കുറച്ച് കറന്നു തരാൻ പറ്റുമോ ഇപ്പോഴോ? ആ കുട്ടികൾ വരുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കാലോ.
ശരി, എന്നാ പാത്രം ഇങ്ങെടുക്കുക. സന അകത്തുപോയി ഒരു പാത്രമെടുത്തുകൊണ്ടുവന്നു. രമേശൻ അതുമായി തൊഴുത്തിലേക്ക് പോയി. സന പുറകെ ചെന്നു. കാണാനുള്ള കൗതുകം കൊണ്ട് രമേശൻ വെള്ളമെടുത്ത് അകിട് കഴുകി. അകിടിന്റെ കാമ്പിൽ പിടിച്ച് മെല്ലെ മെല്ലെ കറന്നു. പശു അനങ്ങാതെ നിന്നു. സനക്കത് കണ്ടപ്പോൾ അതിശയം തോന്നി. ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെ നിന്നിട്ടില്ല. ഇപ്പോൾ എന്തൊരനുസരണയാണ്. എന്താ മോളെ? അല്ല, ഞാൻ മുന്നേ ഒന്ന് ശ്രമിച്ചതാ, പക്ഷേ സമ്മതിച്ചില്ല, തൊഴിച്ചു. ഇപ്പോൾ അനക്കമില്ലാണ്ടല്ലേ നിൽപ്പ്? അതാ, രമേശൻ പറഞ്ഞു. കുറച്ച് ധൈര്യത്തോടെ ചെന്ന് നിന്നാൽ മതി. അകിടിൽ പിടിച്ച് ആഞ്ഞു വലിക്കാതെ പയ്യെ വലിക്കണം. എന്നാൽ പാല് ചുരത്തിത്തരും. അത് കേട്ടപ്പോൾ പെട്ടെന്ന് സന ഒന്ന് കുസൃതിയായി ചിരിച്ചു. ചേച്ചിയും പിള്ളേരും എന്താ വരാഞ്ഞേ? അത് തോന്നുമ്പോൾ വരട്ടെ, അല്ലാണ്ട് ഞാൻ എന്തു പറയാൻ? കുട്ടികൾ വലുതായില്ലേ അവര്? ജീവിക്കാനുള്ള പ്രായം പക്വതയായി. അതുപോരെ മോളെ. ചേട്ടാ, കുറച്ചു മതി പാല്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഓ ആയിക്കോട്ടെ. ബഷീർ എന്നാ മോളെ വരുന്നേ? ഇനി 8 മാസം കഴിയും. നിനക്കെന്നാ പോയി നിന്നൂടെ അവിടെ? അതിന് ഇക്ക സമ്മതിക്കണ്ടേ? നല്ല പ്രായം വെറുതെ കളയല്ലേ മോളെ. ആഗ്രഹമുണ്ട് ചേട്ടാ, പറഞ്ഞിട്ടെന്താ? കുറച്ചു വെണ്ണയുണ്ടേ? നല്ലതാ മോളെ. അതെന്തിനാ ചേട്ടാ? കാമ്പിൽ വെണ്ണ തേച്ചു പുരട്ടി കറന്നാൽ നല്ലതാ. അവൾ കേട്ടുനിന്നെങ്കിലും ഒന്നും മിണ്ടിയില്ല. കറന്ന പാത്രം കൊടുത്തിട്ട് രമേശൻ പോയി. വൈകിട്ട് പിള്ളേര് വന്നപ്പോൾ അവർക്ക് ചായ ഉണ്ടാക്കിക്കൊടുത്തു. രാത്രി കിടക്കാൻ നേരത്ത് ഇക്കയെ വിളിച്ച് കൊഞ്ചി എന്തേലും പറയും. അത്രയുള്ളൂ, അതിനപ്പുറത്തേക്ക് നടക്കില്ല. ബഷീറിനെ വിളിച്ച് സംസാരിച്ചു കിടന്ന ശേഷം സന രമേശൻ വന്നതുമുതൽ ഓരോ കാര്യങ്ങളും ആലോചിച്ചു തുടങ്ങി. ഓരോ വാക്കുകളും നെഞ്ചിൽ കുത്തിക്കയറുന്ന പോലെ അവൾക്ക് തോന്നി. അവളുടെ ശരീരത്തിൽ മെല്ലെ എന്തൊക്കെയോ തരിപ്പ് ഫീൽ ചെയ്തു. കാരിരുമ്പ് പോലെ ശരീരമുള്ള കറുത്തു തടിച്ച കരുത്തുറ്റ രമേശൻ ചേട്ടന് മുന്നിൽ അനുസരണയോടെ നിൽക്കുന്ന ഒരു കുറുമ്പ് പശുവായി അവൾ തന്നെ സ്വയം സങ്കൽപ്പിച്ചു. അവൾക്കെന്തൊക്കെയോ പറയണം, ഓർക്കണം എന്നൊക്കെ തോന്നി. ഒരുപക്ഷെ ഇതൊക്കെ ആഗ്രഹങ്ങളല്ലേ എന്നും ചിന്തിച്ചു. അവൾക്ക് ഇക്കിളിയാവുന്ന പോലെ തോന്നി. ശരീരത്തിൽ ഒരു തണുത്ത കാറ്റുവീശി കടന്നുപോയതുപോലെ. രമേശൻ ചേട്ടന്റെ ആ കട്ടിമീശയും മസിലുള്ള കരുത്തുറ്റ ഉരുക്കുമുഷ്ടിയും അവളുടെ കൺമുന്നിൽ തെളിഞ്ഞുവന്നു. അങ്ങനെ ഏതോ ഒരു മൂഡിൽ അവൾക്കെല്ലാം മറന്ന് ആസ്വദിച്ച് കുറേ നേരം കിടന്നു. എപ്പോഴോ മയങ്ങി. എണീക്കുമ്പോൾ സമയം അരമണിക്കൂർ വൈകി. രാവിലെ കറക്കാനായി രമേശൻ ബെല്ലടിക്കുമ്പോൾ സന വേഗം അയാൾ വന്നു എന്ന് മനസ്സിൽ വിചാരിച്ച് ഓടിച്ചെന്ന് വാതിൽ തുറന്നു. തുറന്ന പാടെ കണ്ട കണി രമേശനായിരുന്നു. അയാൾ അവളെ നോക്കി ഒറ്റ നിൽപ്പാണ്. അവൾക്കെന്താണെന്ന് മനസ്സിലായില്ല. അയാളുടെ സൂക്ഷിച്ചുള്ള നോട്ടം കണ്ടപ്പോഴാണ് താൻ ഇന്നലെ ഇട്ട ഒരു സിൽക്ക് മാക്സിയുടെ കാര്യം ഓർമ്മ വന്നത്. നല്ല ബോഡി ഫിറ്റഡായിട്ടുള്ള കഴുത്തിറക്കമുള്ള ഹാഫ് സ്ലീവായ ഒരു മാക്സിയാണ്. അതിൽ തന്നെ കാണാൻ ഒരു പ്രത്യേക മൊഞ്ചാണെന്ന് ഇക്ക പറയാറുണ്ട്. ഇക്ക ഇന്നാൾ വാങ്ങിയ പുതിയ മാക്സിയാണ്. ഇക്ക മാത്രമേ അതിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ. കൈയുടെ ഇറക്കവും നന്നെ കുറവാണ്. നാണം കൊണ്ട് അവൾ ചമ്മലോടെ മുറിക്കുള്ളിലേക്ക് ഓടിപ്പോയി. ഡ്രസ് മാറ്റി അവൾ പാത്രവും എടുത്തുകൊടുത്ത് ബെഡ്റൂമിൽ പോയി. അവൾ ചമ്മലൊതുക്കി ആകെ നാണക്കേടായി. അയാൾ എന്ത് കരുതിക്കാണുമോ എന്തോ. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഷേ, ഇനി അയാൾ കളിയാക്കി ചിരിക്കുമോ? ഷോ, എന്തൊക്കെയാ? അയാൾ ഇനി അതേപ്പറ്റി ചോദിക്കുമോ? ആരോടെലും പറയുമോ? ഏയ്, അങ്ങനെ അയാൾക്കിവിടെ കൂട്ടില്ലല്ലോ. ഇനി പറയാൻ തന്നെ ആരാ ഉള്ളത്? എന്നാലും ഒരുപാട് ചിന്തകളിലേക്ക് സനയുടെ മനസ്സ് കയറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പുറത്തുനിന്ന് വിളി വന്നു. അവൾ വേഗം ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്ന് ഷോളൊക്കെ ഇട്ട് തലമറച്ചു വരുന്നത് കണ്ടപ്പോൾ രമേശിന് ചിരിയാണ് വന്നത്. അവൾ ആകെയൊന്ന് നാണിച്ചു. എന്താ, രാവിലെ ഞാൻ ഉറക്കം കളഞ്ഞോ? ഏയ്, അങ്ങനെയൊന്നുമില്ല ചേട്ടാ. രാവിലത്തെ കണി കൊള്ളാം കേട്ടോ. എന്ത് കണി? അല്ല തന്നെയല്ലേ കണ്ടേ. എന്താവുമോ എന്തോ. അതെന്താ, എന്നെ കണി കണ്ടാൽ കുഴപ്പമുണ്ടോ? അല്ല, ഇതുവരെ കാണാത്തതൊക്കെ കാണുമ്പോൾ എന്ത്? ചിലതൊക്കെ കണ്ടാൽ പിന്നെ അന്നത്തെ ദിവസം നല്ലതാവാനും ചീത്തയാവാനും സാധ്യതയുണ്ട്. ഓ, അങ്ങനെയൊക്കെയുണ്ടോ? ഉണ്ട് മോളെ. ഇന്ന് നല്ല ദിവസമായിരിക്കും. അത്രയും നല്ല കണിയായിരുന്നല്ലോ. എങ്കിൽ എന്നും എന്നെ കണി കണ്ടു. നല്ല ദിവസമായിക്കോട്ടെ. എന്നാൽ എന്നും കാലത്തെ ഇന്നത്തെ പോലെ വന്നു നിന്നാൽ തരക്കേടില്ല. അയ്യടാ, ആ പൂതി അങ്ങുള്ളിൽ വെച്ചാൽ മതി. എന്തായാലും ഇന്ന് നല്ല ദിവസമാ മോളെ. അതെ, പശുവിനിന്ന് ഇത്തിരി പാല് കൂടിയിട്ടുണ്ട്. അതെയോ, ഭാഗ്യം. ഇനി ബാക്കി അതിന്റെ കുഞ്ഞിന് കൊടുക്കാം. പുറത്തു കൊടുക്കുന്നുണ്ടോ? നീ എന്തു പാല്? ഇവിടെത്തന്നെയുള്ളവർക്ക് ആവശ്യത്തിനിത് മതി. പുറത്തേക്ക് കൊടുത്താൽ ബാക്കിയുണ്ടാവില്ല. ഇവിടെയുള്ളവർക്ക് കൊടുത്താൽ മതി. പുറത്തു കൊടുത്ത് വെറുതെ കളയണ്ടല്ലോ. ആയിക്കോട്ടെ. പശുവിന്റെ അകിട് കൂടിയിട്ടുണ്ട്. ഇനി പാല് കിട്ടും. വേണമെങ്കിൽ കുറച്ച് ആർക്കെങ്കിലും കൊടുക്കാം. ഞാനൊന്ന് ഇക്കാനോട് ചോദിക്കട്ടെ.
ആ ശരി, മോളെ പറഞ്ഞാൽ മതി. സന പാല് മേടിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോൾ രമേശൻ ചോദിച്ചു, അല്ല, പിള്ളേരെണീറ്റില്ലേ? ഇല്ല, കുറച്ചു കഴിഞ്ഞ് എണീക്കൂ. ആ, എന്നാൽ പിന്നെ കാണാം. ശരി ചേട്ടാ. അന്നെങ്ങനെയോ സന പകലൊക്കെ ഓരോ ജോലിയും ചിന്തയുമായി നടന്നു. കിടക്കാൻ നേരമെല്ലാം അഴിച്ചിട്ട് ഇക്കാനെ വിളിച്ചു. ഫോണെടുത്തിട്ട് വീഡിയോ കോളിൽ വരാൻ പറഞ്ഞു. സനയുടെ നൈറ്റ് ഡ്രസ്സിലുള്ള കിടപ്പും ഭംഗിയുമൊക്കെ കണ്ട് ബഷീർ ഒന്ന് അന്തം വിട്ടു. എന്താ പെണ്ണെ ഇങ്ങനെ ഈ കോലത്തിൽ? അതിനിപ്പ എന്താ? മക്കളുറങ്ങിയോ? ഉറങ്ങി. നീ ഒന്ന് കുളിച്ച് സുന്ദരിയായോ? ഒന്ന് പോയിക്ക. എന്തായി അവിടെ കാര്യങ്ങൾ? എന്ത് കാര്യങ്ങൾ? രമേശൻ വരുന്നുണ്ടോ? പാൽ കറക്കാൻ വരുന്നുണ്ട്. ആള് നല്ല മനുഷ്യനാ. അങ്ങേരുടെ സഹായം കൊണ്ട് കുട്ടികളിപ്പോൾ പാല് കുടിക്കുന്നുണ്ട്. ആ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അയാളെ വിളിച്ചോ. ആ ഇക്ക. പിന്നൊരു കാര്യം. എന്താ? അയാൾ ചോദിച്ചു, പാല് പുറത്തു കൊടുക്കുന്നുണ്ടോ എന്ന്. ആ, കൊടുത്തോ. ചെറിയ വരുമാനവും കിട്ടുമല്ലോ. അതെ, ഞാനും വിചാരിച്ചു ഇക്കയോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഓ, അതിപ്പ ചോദിക്കണോ? കൊടുത്തോ, സാരമില്ല. ഇക്ക, എന്തൊക്കെയുണ്ടവിടെ? എന്നാ ഇനിയിവിടേക്ക് കുറച്ചു കഴിയും. ഓ, അതല്ലേലും അങ്ങനെയാണല്ലോ. കടം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരാലോടി. ഓ, എന്നാൽ ഞാൻ നാളെ വിളിക്കാടി. പോവാണോ ഇക്ക? എന്തേ ഇക്ക? എന്താ ഇക്ക നീ കാര്യം പറയടി പെണ്ണെ. എന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അതാണോ ഇപ്പൊ വലിയ കാര്യം? നിങ്ങളൊന്ന് പറ എങ്ങനെയുണ്ടെന്ന്. അതിലിപ്പോ എന്താ ഉള്ളത്? നല്ലത് തന്നെ. സന മാക്സി പയ്യെ കാലിനു മേലേക്ക് ഉയർത്തിക്കൊണ്ട് കാണിച്ചു കൊഞ്ചി തുടങ്ങി. നീ ഒന്ന് പോണേ കൊഞ്ചാതെ. എടി, എന്നാൽ ഞാൻ വെക്കുവോ? ഇക്ക, വെക്കല്ലേ, കുറച്ചുനേരം കൂടി. പോ പെണ്ണെ, ഇവിടെ വേറെ ആളുകളുണ്ട്. നാളെ വിളിക്കാം. കാലത്തെ എണീക്കേണ്ടതാ. ബഷീർ കോൾ കട്ടാക്കിപ്പോയി. സനക്ക് വല്ലാത്ത ദേഷ്യവും പിരിമുറുക്കവും തോന്നി. എന്നാലും അവൾ ഒന്നും മിണ്ടാതെ കിടന്നു. കണ്ണുകൾ നിറഞ്ഞുപോയി സനക്ക്. ആരോടു പറയാൻ? ഉള്ളിലെ നീറ്റൽ കടിച്ചുപിടിച്ച് അവൾ കിടന്നു. പിറ്റേന്ന് കാലത്തെ നേരത്തെ എണീറ്റ് അവൾ ബാത്റൂമിൽ കയറി കുളിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് കുറച്ചുനേരം കിടന്നപ്പോഴാണ് തലേദിവസം രമേശിന്റെ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. അവൾ മനസ്സിലൊന്ന് അതേപ്പറ്റി ഓർത്ത് ചിരിച്ചു. ഇന്നും അങ്ങനെയൊന്ന് മുന്നിൽ ചെന്നാലോ എന്ന് മനസ്സ് തുടിച്ചു. പക്ഷേ നാണമാവും. അയാൾ എന്തേലും പറയുമോ? പക്ഷേ അന്നത്തെ തന്നെ ഓർക്കുമ്പോൾ എന്തോ പോലെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഇന്നലെ ഇക്കയുടെ സംസാരം ഓർത്തപ്പോൾ തന്റെ അവസ്ഥ, എത്ര നാൾ ഇങ്ങനെ ഒറ്റയ്ക്ക്, തനിക്ക് പ്രായം കടന്നുപോകുന്നു എന്നുപോലും ഓർക്കുന്നില്ലല്ലോ എന്ന ചിന്തയും അവളിൽ വന്നു. എന്തും വരട്ടെ, കളിയാക്കുവാണെങ്കിൽ ആക്കട്ടെ എന്ന് ഉറച്ചു മനസ്സുകൊണ്ട് അവൾ എണീറ്റ് ഒരു റോസ് കളർ സ്ലീവ്ലെസ് മാക്സി എടുത്തിട്ടു. ഒരു തട്ടവും എടുത്ത് അവൾ അയാളുടെ വിളിക്കായി കാത്തിരുന്നു. അയാൾ വരുന്നുണ്ടോ എന്ന് പുറത്തേക്ക് നോക്കി. അതാ അയാൾ ദൂരെ നിന്നും വരുന്നുണ്ട്. ഒരു കൈലിമുണ്ടും ഉടുത്താണ് വരുന്നത്, ബീഡിയും വലിച്ചുകൊണ്ട്. എന്തു വന്നാലും ഇനി കുഴപ്പമില്ല, കാണുന്നവർ കാണട്ടെ എന്ന് ചമ്മലോടെ അവൾ അകത്തുപോയി പാത്രമെടുത്തു. അപ്പോഴേക്കും രമേശൻ പുറത്തു വന്നിരുന്നു. മോളെ സന. അവൾ വാതിൽ തുറന്നു. രണ്ടു കൈയും പൊക്കി മുടിയൊതുക്കി പാത്രവുമായി നിൽക്കുന്നത് കണ്ടിട്ട് രമേശിന്റെ കിളിപോയി. കൊഴുത്തു തുടുത്ത അവളെ നോക്കി നിന്നു. അവളുടെ ചുവന്ന തുടുത്ത ചുണ്ടുകളും കണ്ട് അയാൾക്ക് പിടിവിട്ടു. അവളൊന്ന് തിരിഞ്ഞു സ്റ്റെപ്പിലേക്കിറങ്ങി. ഡോർ ചാരിയപ്പോൾ അവളുടെ കൊഴുത്തുരുണ്ട പിന്നഴക് അയാളുടെ കണ്ണിൽ ഉടക്കി നിന്നു. അവൾ കാണാതിരിക്കാൻ മുഖം വെട്ടിച്ചു മാറ്റിയെങ്കിലും രമേശിന് അസ്വസ്ഥതകൾ അടക്കാനായില്ല. ചെറുതണുപ്പിൽ വെളുപ്പാൻ കാലത്ത് ജൂനിയർ രമേശൻ സടകുടഞ്ഞ് എഴുന്നേറ്റു. ബാക്കിലൂടെ തനിക്ക് പിന്നിലായി നടന്നുവരുന്ന രമേശിന്റെ കണ്ണുകൾ തന്റെ പിന്നഴകിൽ തന്നെയാണെന്ന് അവൾക്കുറപ്പായിരുന്നു. അവൾ തൊഴുത്തെത്തുന്നവരെ കുണുങ്ങി നടന്ന് അയാളെ കൊതിപ്പിച്ചു. ഏതു നിമിഷവും കയറിപ്പിടിച്ച് എന്തും ചെയ്യുമെന്ന തോന്നലായിരുന്നു അയാളുടെ മനസ്സിൽ. അവൾ അവിടെ ചെന്ന് നിന്ന് അവളുടെ മുന്നിലേക്ക് നോക്കി. അയാൾ നിന്നപ്പോൾ അവൾ ചോദിച്ചു, എന്താ ചേട്ടാ, ആദ്യമായിട്ട് കാണും പോലെ? പിന്നില്ലാതെ. ഈ വെളുപ്പാൻ കാലത്ത് ഇത്രയും മൊഞ്ചത്തി ചരക്കിനെ ആദ്യമായി കാണുവല്ലേ ഞാൻ അത്രയ്ക്ക് മൊഞ്ചത്തിയാണോ? മനസ്സിൽ തന്നെ ഒരു ചരക്കെന്ന് വിളിച്ചപ്പോൾ അറിയാതെ ഒരു രസം സനയുടെ ഉള്ളിൽ. എന്നെ കണ്ടാൽ കൊള്ളില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? ആരു പറഞ്ഞു? നിന്നെ കണി കണ്ടിട്ട് സൂപ്പറായിരുന്നു. ആ, ഇന്നെങ്ങനെയുണ്ടെന്ന് കാണാലോ. ഇന്ന് സൂപ്പർ ദിവസമായിരിക്കും. ഹാ, ഇതുപോലൊരു സാധനമല്ലേ. ഈ മൊഞ്ചത്തി പെണ്ണിനെ കണ്ടാൽ ആർക്കാ നല്ല ദിവസമല്ലാത്തെ? തന്നെ കണ്ടിട്ടും ഒന്ന് കേറി കെട്ടിപ്പിടിക്കാൻ തോന്നുന്നില്ലേ എന്ന് അവളുടെ മനസ്സ് കൊതിച്ചു. രമേശൻ ചോദിച്ചു, അല്ല, നമുക്ക് പാല് കറന്നാലോ? ഇന്ന് പാല് കൂടുതൽ കിട്ടുമോ ചേട്ടാ? ഇന്നലെ കൂടുതൽ കിട്ടിയതല്ലേ, ഇന്നും കിട്ടുമായിരിക്കും. പുതിയ പശുവാണല്ലേ? ഉള്ളിൽ ചിരിച്ചുകൊണ്ട് സന പറഞ്ഞു. ആണ് ചേട്ടാ, പുതുതായി മേടിച്ചതാ. 2 പ്രസവം കഴിഞ്ഞതാ. ഓ, ഇവളെ കണ്ടിട്ട് അടുത്തതിനുള്ള കൊതിയുള്ള പോലെയുണ്ട്. കൊതിയില്ലാത്ത ആരാ ഉള്ളത് ചേട്ടാ?
നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇതിപ്പോ ഞാൻ ഒറ്റക്കല്ലേ. അപ്പോൾ നിന്റെ കെട്ടിയോനോ? ഇക്കാക്ക് എന്നെ നോക്കാൻ സമയമില്ല, പിന്നല്ലേ പശുവിനെ. നീ ഇങ്ങ് വാ മോളെ, ഞാൻ കറക്കാൻ പഠിപ്പിക്കാം. അത് വേണോ? പിന്നെ വേണ്ടേ, നീ ഇരിക്കെ. നിനക്ക് കറക്കാൻ പേടിയാണോ ഇപ്പോഴും? അതെ ചേട്ടാ, നിന്റെ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാം പെണ്ണേ. അവളുടെ അടുത്ത് ചെന്നിരുന്ന് അയാൾ അവളുടെ കൈ പിടിച്ച് പശുവിന്റെ അകിട് കഴുകി. കൈ പിടിപ്പിച്ച് മെല്ലെ കറക്കാൻ തുടങ്ങി. അയാളുടെ കരുത്തുറ്റ കറുത്ത കൈയിൽ സനയുടെ മൃദുലമായ തൂവെള്ളക്കൈ. ഇത്രയുള്ളൂ, നന്നായി കറക്കിയാൽ പാല് ചുരത്തും. വേണോ? അതിന് വേദനിക്കില്ലേ ചേട്ടാ? അത് ചീറ്റും. വേദനിപ്പിക്കാതെ ഞാൻ കറക്കാം. അകിടിൽ പിടിച്ചുകൊണ്ട് അവളുടെ കൈവച്ച് വലിച്ച് പാൽ കറന്ന് ഇടയ്ക്കിടെ അവളുടെ കൊഴുത്ത മേനിയിൽ നോക്കി അയാൾ വെള്ളമിറക്കി കറന്നു തുടങ്ങി. പാത്രത്തിലേക്ക് ഷിർ എന്നു പറഞ്ഞ് പാല് വീഴാൻ തുടങ്ങി. ചേട്ടാ, ഇത് ആദ്യം ചെയ്തപ്പോൾ പേടിയായിരുന്നു, ഇപ്പോൾ മാറി. കുറച്ചു ദിവസം ഇങ്ങനെ ചെയ്തു പഠിക്കണം. എന്നിട്ട് മതി. ഇങ്ങനെ ഇരിക്കുമ്പോൾ മുട്ട് വേദനിക്കുന്നു ചേട്ടാ, ഇരിക്കാൻ പാടാ. അതിനൊരു വഴിയുണ്ടാക്കാം. അയാൾ അടുത്തുള്ള വൈക്കോൽ കെട്ടിൽ നിന്ന് കുറച്ച് വൈക്കോൽ എടുത്തു നിരത്തി അതിലേക്ക് 4 കാലിൽ നിൽക്കാൻ പറഞ്ഞു. അവൾ മെല്ലെ അയാൾ പറഞ്ഞ പോലെ നിന്നു. ഈ കഥയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഇടുന്നത്. അപ്പൊ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന്റെ ബാക്കി കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക.